പെയിന്റ് വിവാദത്തിന് പിന്നിലെന്ത് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ ടി.എൻ. പ്രതാപൻ, താങ്കളടക്കം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന 4 പേർക്കും ഈ ഉത്തരവിൻ്റെ പകർപ്പ് കൈവശമുള്ളവരാണ്. നിങ്ങളിത് പരിശോധിച്ചും കാണും. ശ്രീ ടി.എൻ. പ്രതാപൻ, ഇന്നിപ്പോൾ ബെഹ്റ പറയുന്നത് പോലെ പെയിന്റിൻ്റെ നിറം തിരിച്ചറിയാനുള്ള ഒരു സൂചന മാത്രമായി ഡ്യൂലക്സ് പെയിന്റ് കമ്പനിയുടെ പേര് പറഞ്ഞിരിക്കുന്നു ഈ ഉത്തരവിലെന്ന് താങ്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഇത് പെയിൻറ്റിൻ്റെ നിറം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമുള്ളതല്ല വേടൂ. ഇതിനകത്ത് ഇന്നൊരു കമ്പനിയെ കൊണ്ട് ഈ പെയിൻറ്റ് മുഴുവൻ കമ്പനി വാങ്ങിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ കമ്പനിക്ക് അതിൻ്റെ പേരിലുണ്ടാകുന്ന ലാഭവും ആ ലാഭത്തിന് വേറെ എന്തെങ്കിലും പ്രതിഫലം ആർക്കെങ്കിലും ലഭിക്കുമോ എന്നുള്ളത് ഇതിന് പിന്നാമ്പുറവുമൊക്കെ സ്വാഭാവികമായും ആളുകളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്നതും സംശയമുണ്ടാക്കുന്നതുമാണ്. അല്ലെങ്കിൽ എന്തിനാ ഒരു പ്രത്യേക ഒരു കമ്പനിയുടെ പേര് മാത്രം എടുത്ത് പറയേണ്ട കാര്യം? വേറെ എന്തോ ഇതേ കളറിൽ വേറെ പെയിൻറ്റ് ഈ കളർ മാത്രം പറഞ്ഞാൽ പോരെ? ഇന്ന കമ്പനി എന്ന് പറയണമെന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഇന്ന കമ്പനിയുടെ ഇന്ന രീതിയിലുള്ളത് എന്ന് പറയുമ്പോൾ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ അതിനകത്തുള്ളിൽ വേറെ എന്തോ ദുരുദ്ദേശമുണ്ടെന്ന് ആര് സംശയിച്ചാലും ഒരു തെറ്റുമില്ല. ഒരു കാര്യം കൂടി, അതിനെ സാധൂകരിക്കുന്ന ഒരു വസ്തുതയായി താങ്കൾ ഈ ഉത്തരവ് പുറത്തു വന്ന ദിവസത്തെ സംശയിക്കുന്നുണ്ടോ? 24-ാം തീയതിയാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്, 26-ാം തീയതിയാണ് ബെഹ്റയുടെ ഈ ഉത്തരവ്. അതിലൊരു തിടുക്കം കാണുന്നില്ലേ? ഒരു അഗ്ലി ഹേസ്റ്റ് കാണുന്നില്ലേ? ഇല്ല, തീർച്ചയായും വേണു പറഞ്ഞ കറക്റ്റാണ്. അപ്പോൾ ഈ ഉത്തരവ് എൻ്റെ കോപ്പി നമ്മുടെ കയ്യിലുണ്ട്. ഈ ഉത്തരവ് ഇത്ര തിടുക്കത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും ഈ സെൻകുമാറിൻ്റെ കേസിൽ വിധി വന്നതിന് ഉടൻ ഇത്തരത്തിലൊരു തിടുക്കം കാണിച്ച് ഈ റിപ്പോർട്ട് ഇറക്കിയതിൻ്റെ പുറകിൽ എന്തോ ദുരുദ്ദേശമുണ്ട്. അതല്ലെങ്കിൽ ഏതായാലും സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു. ഈ പുതിയ ഇനി വരുന്ന ചുമതല എടുക്കുന്ന ആൾ ഈ കാര്യം തീരുമാനിച്ചോട്ടെ എന്ന് വെച്ചാൽ പോരെ? അതല്ലല്ലോ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഈ വക സാഹചര്യ തെളിവുകൾ നമ്മൾ ഏത് കാര്യം എടുത്ത് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ സാഹചര്യ തെളിവുകളാണ് കൂടുതൽ സംശയം ബലപ്പെടുത്തുക. സാധാരണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ കോടതിയിൽ പോലീസ് കൊണ്ടുപോയി FIR കൊടുത്ത് കോടതിയിൽ കേസ് വാദിക്കാൻ വേണ്ടി കൊടുക്കുന്ന പോലീസിൻ്റെ സാഹചര്യ തെളിവുകൾ നിരത്തി കൊണ്ടുപോകുന്ന പോലെ തന്നെയാണ് പോലീസ് ആസ്ഥാനത്ത് ഈ പറഞ്ഞ കാര്യത്തിന് സ്ഥിരീകരണവും സംശയവും ബലപ്പെടുന്ന രീതിയിലുള്ള സാഹചര്യ തെളിവുകൾ ഉണ്ടായിരിക്കുന്നത്. ശരി, ഇപ്പോൾ LDFിൻ്റെ പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ആന്റണി രാജുവാണ്. അദ്ദേഹം തീവണ്ടി യാത്രയിലുമാണ്. ശ്രീ ആന്റണി രാജു, ഈ ഉത്തരവ് ഉടൻ മരവിപ്പിക്കേണ്ടേ? ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കാൻ വന്നിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് അഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്ന സംശയം നിവാരണം ചെയ്യപ്പെടേണ്ടതല്ലേ? അല്ല, അങ്ങനെ ഒരു സംശയം ആർക്കും ഉണ്ടാകാം. പക്ഷേ വേണു, ഇത് 2015 ശ്രീ TP സെൻകുമാർ DGP ആയിരിക്കുമ്പോൾ തന്നെ ഒലിവ് ബ്രൗൺ നിറത്തിൽ പോലീസ് സ്റ്റേഷനിലെല്ലാം പെയിന്റ് അടിക്കണം എന്നുള്ള ഉത്തരവിറക്കിയത് ശ്രീ TP സെൻകുമാർ. ഒരു സംശയവുമില്ല കാര്യത്തിൽ. കച്ചിൽ നടന്ന DGPമാരുടെ യോഗത്തിലെ പല നിർദ്ദേശങ്ങളിൽ ഒരു തീരുമാനമാണ് അത്. ആന്ധ്ര അത് നടപ്പാക്കിയിട്ടുണ്ട്, തമിഴ്നാട് നടപ്പാക്കിയിട്ടുണ്ട്, ഇവിടെയും നടപ്പാക്കിക്കോളൂ. പക്ഷെ ഒരു കളർ എന്ന് പറഞ്ഞ് അത് നടപ്പാക്കുന്നതിന്റെ മറവിൽ ഡ്യൂലക്സ് എന്തിന്? അല്ല, അത് ഞാൻ പറയാം. ഞാൻ അതിലേക്ക് വരികയാണ്. ശ്രീ TP സെൻകുമാറിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പെർറോട്ട സ്റ്റേഷനിൽ സാമ്പിളായിട്ട് അടിച്ചിരിക്കുന്നത് ഈ ഡ്യൂലക്സ് കമ്പനിയുടെ ഒരു ബ്രൗൺ കളറിലുള്ള പെയിന്റാണ് അടിച്ചിരിക്കുന്നത്. അത് ഹെഡ്ക്വാർട്ടേഴ്സ് ADGP അനിൽകാന്ത് വെരിഫൈ ചെയ്ത് സാറ്റിസ്ഫൈ ചെയ്ത് ഈ പെയിന്റ് തന്നെ തുടർന്നും അടിക്കണമെന്നുള്ള റെക്കമെൻഡ് ചെയ്തു. ആ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിൽ ശ്രീ TP സെൻകുമാറിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഡ്യൂലക്സ് കമ്പനിയുടെ. ശ്രീ ആന്റണി രാജു, താങ്കൾ ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഡ്യൂലക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഈ ഒലീവ് ഈ കളറിലുള്ള പെയിന്റ് അടിക്കണമെന്ന് സെൻകുമാർ എവിടെയും പറഞ്ഞിട്ടില്ല. സെൻകുമാർ എവിടെയും പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഒരു ബ്രൗൺ കളറിലുള്ള പെയിന്റ് അടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് പേരൂർക്കട സ്റ്റേഷനിൽ അടിച്ചത് ഡ്യൂലക്സ് കമ്പനിയുടെ ഒരു ബ്രൗൺ കളറിലുള്ള പെയിന്റാണ് അടിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ADGP അനിൽകാന്ത് ഹെഡ്ക്വാർട്ടേഴ്സ് അതിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് കൊടുത്തു. അപ്പോ പേരൂർക്കട സ്റ്റേഷനിൽ ശ്രീ സെൻകുമാറിന്റെ ഉത്തരവനുസരിച്ച് അടിച്ച പെയിന്റ് ഒലിവ് ബ്രൗൺ എന്ന് പറയുന്നത് ഡ്യൂലക്സ് കമ്പനിയുടെ പെയിന്റ് ആയതുകൊണ്ടാണ് അത് ഫോളോ ചെയ്ത് അടിക്കാനുള്ള ഉത്തരവ് പിന്നീട് ഇട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു മാറ്റം വരുത്തേണ്ട. ശ്രീ സെൻകുമാറിന്റെ കാലത്ത് അടിച്ച കമ്പനിയുടെ ആ കമ്പനിയുടെ തന്നെ ഒരു ബ്രൗൺ കവർ അടിക്കുന്നതിനെ
പിന്നെ ബഹറയായിട്ട് മാറ്റുന്നില്ല, മാറ്റേണ്ട കാര്യമില്ല, അത് തന്നെ തുടർന്നോട്ടെ എന്നുള്ള ഒരു ഉത്തരവ് മാത്രമാണ് നൽകിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല, അങ്ങനെ എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക? അങ്ങനെ എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക? കേരളത്തിൽ 470 പോലീസ് സ്റ്റേഷനുകളുണ്ട്. ഈ 470 പോലീസ് സ്റ്റേഷനുകളിലേക്കും ഡ്യൂലക്സ് കമ്പനിയുടെ പെയിന്റ് തന്നെ അടിക്കട്ടെ എന്ന അവിശുദ്ധ കരാറിന്റെ അംഗീകാരമാണത്. അങ്ങനെ ചെയ്യാൻ കഴിയില്ല. ഒലീവ് ബ്രൗൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുവെങ്കിൽ ആ ഒലീവ് ബ്രൗൺ അടിക്കുവാനുള്ള നിർദ്ദേശം കൊടുക്കാം, അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാം. അതല്ലാതെ ഡ്യൂലക്സ് പെയിന്റിന്റെ ഒലിവ് ബ്രൗൺ ഇട്ടപ്പോഴാണ് അവിടെ പരിശോധകരായി പോയ ഉദ്യോഗസ്ഥർക്ക് തൃപ്തി വന്നത്. അതുകൊണ്ട് ഇത് 470 പോലീസ് സ്റ്റേഷനിലും അങ്ങ് അടിച്ചോളൂ എന്ന് പറയാൻ ഇത് ഈ കണ്ടുബോധ്യപ്പെട്ട രണ്ടുപേരുടെ കീശയിൽ നിന്ന് പോകുന്ന കാശല്ല സാർ. അല്ല, അത് വേണു പറയുന്നത് ശരിയാണ്. പക്ഷേ ഒരു ഒലിവ് ബ്രൗൺ കളർ ഡ്യൂലക്സ് പെയിന്റിന്റെ കമ്പനിയുടെ ഒലിവ് ബ്രൗൺ കളർ അടിച്ചതാണ്. ഒരു നിമിഷം ശ്രീ ആന്റണി രാജു. മിഥുൻ ഞങ്ങളുടെ പ്രതിനിധി ടെലിഫോൺ ലൈനിൽ. മിഥുൻ, ആന്റണി രാജു ഈ ചർച്ചയിൽ പറയുന്നത് ഇത് സെൻകുമാർ DGP ആയിരുന്ന ഘട്ടത്തിൽ വന്ന നിർദ്ദേശമാണ്. ഒന്ന്, പേരൂർക്കടയിൽ ഒരു എക്സാമ്പിൾ എന്ന നിലയിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഇത് ഒരു എക്സാമ്പിൾ എന്ന നിലയിൽ പെയിൻ്റ് അടിച്ചു. അന്ന് ഈ ഡ്യൂലക്സ് ഒലിവ് ബ്രൗൺ പെയിൻ്റാണ് അടിച്ചത്. പരിശോധിച്ചപ്പോൾ അത് ബോധ്യപ്പെട്ടു. പിന്നെ ബന്ധപ്പെട്ട അധികൃതർക്കെല്ലാം അത് സമ്മതമായി. അതിൻ്റെ ഭാഗമായി വന്ന ഉത്തരവാണ് ഇത് എന്നാണ്. ഇങ്ങനെയാണോ സംഭവം? അതോ ബഹ്റയുടെ കാലത്താണോ ഈ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഈ പറയുന്ന എക്സാമ്പിൾ എന്ന നിലയിൽ എടുത്തിട്ടുള്ള, ഉദാഹരണം എന്ന നിലയിൽ എടുത്തിട്ടുള്ള ഈ പരീക്ഷണം നടന്നത്? വേണു, ബെഹ്റയുടെ വിശദീകരണത്തിൽ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. സർക്കാരിനെ സംബന്ധിച്ച് ഈ വിശദീകരണത്തിൽ പറയുന്നത് 2015 ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം കൈക്കൊള്ളുകയും തുടർന്നുള്ള കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഈ പെയിന്റ് അടിച്ച് പരിശോധിക്കുകയും ചെയ്തു എന്നാണ്. 4 തവണ ഇത് പരിശോധിച്ചു. ഇതിൽ 4ാം തവണയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ ഇത് ശരിച്ചത്. തുടർന്നാണ് പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ MD ഇതുമായി ബന്ധപ്പെട്ട ഒരു അംഗീകാരം ഇതിന് നൽകുന്നതും ഈ തീം അല്ലെങ്കിൽ ഈ ഒലിവ് ബ്രൗൺ എന്ന തീം മുന്നോട്ട് വയ്ക്കുന്നതും. ഒരു നിമിഷം, ഈ കാര്യങ്ങൾ എപ്പോഴാണ് നടന്നത്? അതായത് ADGP ഹെഡ്ക്വാർട്ടേഴ്സും DIGയുമാണ് സന്ദർശിക്കുന്നത് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ. ഒരു പെയിന്റ് ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്, ഒലിവ് ബ്രൗൺ. അതിൽ തന്നെ ഒരു പ്രത്യേക കമ്പനിയുടെ കളർ യോജിക്കുന്നതായി തോന്നി. ഇതൊക്കെ ഏത് DGPയുടെ കാലത്താണ് മിഥുൻ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വേണു, DGP നൽകിയിരിക്കുന്ന വിശദീകരണത്തിൽ നിലവിൽ പോലീസ് മേധാവി ആയിരുന്ന നേരത്തെ പോലീസ് മേധാവി ആയിരുന്ന ലോക്നാഥ് ബെഹ്റയുടെ കാലത്ത് തന്നെയാണ് ഈ നടപടിക്രമങ്ങൾ നടന്നത്. ശ്രീ ആന്റണി രാജു, ഇവിടെ സെൻകുമാറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നുണ്ട് കച്ചിൽ ഇങ്ങനെ ഒരു യോഗം ഉണ്ടായിട്ടുണ്ട്, ഇത്തരമൊരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട്, അതിന്മേൽ ഒരു നടപടിയും സെൻകുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന്. ആരെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ആരാണ് താങ്കളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്? അല്ല വേണു, 2015 TP സെൻകുമാർ DGP ആയിരിക്കുമ്പോഴാണ് ഒലിവ് ബ്രൗൺ കളറിലുള്ള പെയിന്റ് പോലീസ് സ്റ്റേഷനിൽ അടിക്കാനുള്ള ഉത്തരവിട്ടത്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പേരൂർക്കട പോലീസ്. അങ്ങനെയെങ്കിൽ ആ ഉത്തരവ് കാണിക്കണം. എനിക്കറിയാം യാത്രയുടെ പരിമിതി ഉണ്ടായെന്ന്, പക്ഷേ അത് വിശ്വസിക്കാൻ കഴിയില്ല. ശ്രീ ആന്റണി രാജു, ഞങ്ങളുടെ മുന്നിൽ ഒരു ഉത്തരവുണ്ട്. തൽക്കാലം ആ ഉത്തരവിനെ ആധികാരിക രേഖയായി കണ്ട് ഈ ചർച്ചയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അല്ല, ആ ഉത്തരവിൽ പോലും അല്ല ഞാൻ പറയുന്നത്. പേരൂർക്കട പോലീസ് സ്റ്റേഷൻ സാമ്പിൾ ആയിട്ട് അടിച്ചത് ഡ്യൂലക്സ് കമ്പനിയുടെ ഒലിവ് ബ്രൗൺ കളറാണ്. ഈ രണ്ട് ഉദ്യോഗസ്ഥർക്ക് ഒരു പ്രത്യേക കമ്പനിയുടെ പ്രത്യേക പെയിന്റിനോട് പ്രത്യേക ഇഷ്ടം തോന്നിയെങ്കിൽ ആ ഇഷ്ടത്തിന്റെ പേര് നീതിപൂർവമായ നടത്തിപ്പ് എന്നല്ല. അങ്ങനെ അങ്ങ് വിശ്വസിക്കുന്നുവെങ്കിൽ വിശ്വസിക്കാം. ഇല്ല, വേണു പറയുന്ന അഭിപ്രായത്തോടെ ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഇക്കാര്യത്തിൽ TP സെൻകുമാറിനും ലോക്നാഥ് ബെഹ്റയ്ക്കും തുല്യമായ ഉത്തരവാദിത്വവും പങ്കാളിത്തവും ഇക്കാര്യത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ സെൻകുമാർ ഈ ഒലിവ് ബ്രൗൺ ഡ്യൂലക്സിന്റെ ഉപയോഗിക്കൂ എന്ന് എവിടെയെങ്കിലും പറഞ്ഞ രേഖ താങ്കൾ കാണിക്കണം. അല്ല, ഒലിവ് ബ്രൗൺ കളർ അടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പേരൂർക്കട സ്റ്റേഷൻ ഡ്യൂലക്സ് കമ്പനിയുടെ പെയിന്റ് ആണെന്ന് അടിച്ചത്. ഒലിവ് ബ്രൗൺ എന്ന് പറയുന്ന കളർ. ഇതിന് ഒരു നിമിഷം അല്ലല്ലോ, ഒരു നിമിഷം. പേരൂർക്കട സ്റ്റേഷൻ എക്സാമ്പിളായി എടുത്ത് 4 തവണ പെയിന്റ് മാറി അടിച്ചിട്ടുണ്ട് ശ്രീ ആന്റണി രാജു. അല്ല, അത് ഒറ്റയടിക്ക് അങ്ങ് ഡ്യൂലക്സ് പെയിന്റ് അങ്ങ് അടിക്കുകയും അതിന്റെ ഭാഗമായി എല്ലാവർക്കും അങ്ങ് ബോധ്യപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞ് സെൻകുമാറിന്റെ തലയിൽ അത് വെക്കണ്ട. 4 തവണ മാറി പെയിന്റ് അടിച്ചു. അതിൽ ഡ്യൂലക്സ് പെയിന്റ് ഇഷ്ടപ്പെടാൻ ഒരു പ്രത്യേക കാര്യം 2 ഉദ്യോഗസ്ഥർക്ക് വന്നുവെങ്കിൽ അതിന്റെ പിന്നാലെ ഈ പറയുന്ന KPHCCയുടെ MDയും അത് തുല്യം ചാർത്തിയെങ്കിൽ, അതിനുശേഷം ബെഹ്റ ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയെങ്കിൽ സെൻകുമാറിനെ അല്ല അതിനൊക്കെ പഴിക്കേണ്ടത്. അല്ല, ഈ ഒലിവ് ബ്രൗൺ കളർ തന്നെ 4 പ്രാവശ്യം മാറി അടിച്ചതിൽ
ഡ്യൂലക്സ് കമ്പനിയുടെ പെയിന്റിനാണ് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ടറി എന്നുള്ളത് ഹെഡ്ക്വാർട്ടേഴ്സ് ADGP ആയിരുന്ന അനിൽകാന്തും കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ MD ആയിരുന്നവരും കൂടെ സാറ്റിസ്ഫൈ ചെയ്തു. പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുന്നു, ഈ കാര്യത്തിൽ കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വ്യക്തമായ ടെൻഡർ നടപടികൾ ഫോളോ ചെയ്തു മാത്രമേ ഇക്കാര്യത്തിൽ കമ്പനിയുടെ പേര് സ്പെസിഫൈ ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ കാര്യത്തിൽ ഞാൻ വേണുവിന്റെ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുന്നു. പക്ഷേ ഇവിടെ ഈ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ഈ കാര്യത്തിൽ തുല്യ പങ്കാളിത്തം ഉണ്ട് എന്നുള്ള കാര്യത്തിലും, കാരണം ഇത് പരിശോധിച്ച ADGP അനിൽകാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ, കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ MD അവരൊക്കെ ഒലിവ് ബ്രൗൺ ഡീലക്സ് കമ്പനിയുടെ പെയിന്റിൽ അടിച്ച ഒലിവ് ബ്രൗണിന്റെ കളറിനാണ് ഏറ്റവും നന്നായിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടും സാറ്റിസ്ഫാക്ടറി. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ CR നീലകണ്ഠൻ, ഒരു പരിധിവരെ സ്വാഗതാർഹമാണ് ശ്രീ ആന്റണി രാജുവിന്റെ നിലപാട്. അതിന്റെ ഉത്തരവാദിത്വത്തിന്റെ വ്യാപ്തി അദ്ദേഹം നിശ്ചയിക്കുന്നതിൽ മാത്രമേ അദ്ദേഹം ഒരല്പം ഇടുങ്ങിയ ചിന്ത വെച്ച് പുലർത്തുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ ഒലിവ് ബ്രൗൺ കളർ ഇഷ്ടപ്പെടുന്നു, അത് മാറ്റി മാറ്റി അടിച്ചു നോക്കുന്നു. ഡ്യൂലക്സിന്റെ എത്തിയപ്പോൾ ഇതാണ് നാം കാത്തിരുന്ന ആ കളർ, അതങ്ങ് നിശ്ചയിക്കാം എന്ന് ഈ രണ്ട് ADGP ഹെഡ്ക്വാർട്ടേഴ്സ് DIG ബിരുദന്മാർക്ക് തോന്നുന്നു. പിന്നെ തുടർ നടപടികളെല്ലാം അതിവേഗത്തിൽ നടക്കുകയാണ്. ഡ്യൂലക്സ് കമ്പനിക്കായത് അവരുടെ ഈ ഒലിവ് ബ്രൗൺ കളറിന്റെ മേന്മ കൊണ്ട്. അങ്ങനെ എടുക്കണോ ഈ നടപടികളെ മുഴുവൻ ശ്രീ CR നീലകണ്ഠൻ? അല്ല, അങ്ങനെ എടുക്കാനേ പറ്റില്ലല്ലോ. ഇത് വളരെ ലളിതമായ ഒരു ചട്ടത്തിന്റെ ലംഘനമാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു പെയിന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് മേടിക്കണം അല്ലെങ്കിൽ ഹൗസിംഗ് കോർപ്പറേഷന് മേടിക്കണം എന്നാണ് വാദമെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എന്താണ് അതിന്റെ നടപടിക്രമം? എന്താ അതിന്റെ പ്രൊസീജിയർ? ഒരു 2 പേര് പോയി നോക്കിയിട്ട് ഈ കമ്പനിയുടെ അടുത്ത് നമ്മളെന്താ വീട്ടിലേക്ക് TV വാങ്ങുന്ന പ്രശ്നം അത് അല്ല. ഇവിടെ പോലീസിലേക്ക് ലാത്തി വാങ്ങാൻ തീരുമാനിച്ചു. ഒരു കമ്പനിയുടെ ലാത്തി വാങ്ങാൻ എന്താ അതിന്റെ പ്രൊസീജിയർ? പോലീസിന്റെ ഡ്രസ്സ് വാങ്ങാൻ തീരുമാനിച്ചു. എന്താ അതിന്റെ പ്രൊസീജിയറിൽ നിന്ന് നല്ല കമ്പനിയുടെ ബോംബെ ഡൈയിങ് നല്ലതാണ്, എന്നാൽ വാങ്ങിക്കോളൂ എന്ന് ഉത്തരവിറക്കലാണോ? അല്ലല്ലോ. ഒരു സ്റ്റോഴ്സ് ആൻഡ് പർച്ചേസ് മാനുവൽ ഉണ്ട് രാജ്യത്ത്. സർക്കാരിൽ വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്, അതിന്റെ രീതിയുണ്ട്. ഇത് എത്ര രൂപയുടെ വരും? 5000 രൂപ താഴെ വരുന്ന പറ്റിയാണോ? ആ കണക്കിന് താഴെയാണെങ്കിൽ പോയി മേടിക്കാം. ഇതല്ലല്ലോ. അതിന് മീതെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ 20,000 രൂപ കൂടുതലാണെങ്കിൽ ഈ ടെൻഡർ വേണം എന്ന് പറയുന്ന ഒരു കാലത്താണ് ഇവിടെ പറയുന്നത്. മാത്രമല്ല, ഒരു കാര്യം കൂടി വേണം. ഇവിടെ ഒലിവ് ബ്രൗൺ വേണമെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ട് പെയിന്റിന്. ഇന്ന ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള പെയിന്റ് ആവാം, അല്ലെങ്കിൽ മറ്റേ IS കോഡുണ്ട്, അല്ലെങ്കിൽ മറ്റ് കോഡുകളുണ്ട്, ബ്രിട്ടീഷ് കോഡുണ്ട്. ഇന്ന കോഡുള്ള പെയിന്റ് ആവാം എന്ന് പറയാം, അല്ലെങ്കിൽ ഇന്ന അപ്രൂവലുള്ള പെയിന്റ് ആവാം എന്ന് പറയാം, അല്ലെങ്കിൽ ഇന്ന പർപ്പസ് ഉള്ള പെയിന്റ് ആവാം എന്ന് പറയാം. അതാണ് സ്പെസിഫിക്കേഷൻ. ആദ്യം സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കണം. ആ സ്പെസിഫിക്കേഷൻ വെച്ച് ടെൻഡർ ചെയ്ത് ആരാണോ ഇവിടെ സ്പെസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. പക്ഷേ ഒലിവ് ബ്രൗൺ ഡ്യൂലക്സ് 20YY12/163 സ്പെസിഫിക്കേഷൻ ഉണ്ട്. പക്ഷെ ഒറ്റ കമ്പനിയുടെ ആണെന്നേ ഉള്ളൂ. ഒരു കമ്പനിയുടെ സ്പെസിഫിക്കേഷൻ എടുത്ത് സ്പെസിഫിക്കേഷനായി പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് നിറം തിരിച്ചറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞൊരു നിർദ്ദേശം മാത്രമാണ് എന്ന്. അല്ല, ബ്രാൻഡ് നെയിം അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ബ്രാൻഡ് നെയിം എടുത്ത് നിങ്ങൾക്ക് സ്പെസിഫിക്കേഷനിൽ കൊടുക്കാൻ പറ്റില്ല. അത് സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കുന്ന, ഞാൻ ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് പറയുന്നു, ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ, അല്ലെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യായിരുന്നു, ഓർ ഈക്വലന്റ് എന്ന് എഴുതായിരുന്നു. ഓർ ഈക്വലന്റ് വേണമെങ്കിൽ ഇത് പറയാം, ഓർ ഈക്വലന്റ് എന്ന് എഴുതി. ഇതങ്ങനെയല്ല, സ്ട്രിക്ട്ലി കംപ്ലൈ അങ്ങനെ പറഞ്ഞാൽ എന്താ? ഈക്വലന്റ് എന്ന് പറയാം. ചിലപ്പോൾ ചില പ്രോഡക്റ്റിന് നമുക്ക് ഈ പ്രോഡക്റ്റോ ഓർ ഈക്വലന്റ് എന്ന് വളരെ റയർ. ഇതിൽ പെയിന്റിലൊന്നും അത് വേണ്ട. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇപ്പൊ സ്റ്റീൽ വാങ്ങുമ്പോൾ ഇന്ന സ്റ്റീൽ വാങ്ങണം എന്ന് പറയാം, അല്ലാണ്ട് ടാറ്റയുടെ വാങ്ങണോ സെയിലിന്റെ വാങ്ങണോ എന്ന് പറയില്ല. അത് ഏത് ഇതിന് പൈപ്പ് വാങ്ങണമെങ്കിലും ഒക്കെ ഞാൻ ഒരുപാട് വാങ്ങിയിട്ടുള്ള സ്റ്റോർസ് പർച്ചേസ് ചെയ്തിട്ടുള്ള ആളെന്നുള്ള എനിക്ക് പറയാം ധൈര്യമായിട്ട്. ഇതിന്റെ പ്രൊസീജിയർ ലംഘനമാണ്. ഇതിൽ വലിയ അഴിമതിയുണ്ട്. വിജിലൻസ് ഒരു നിമിഷം സാർ, ഞാൻ തിരികെ എത്താം. അഴിമതിയാണ്. മിഥുനിലേക്ക് എനിക്ക് വീണ്ടും പോകേണ്ടതുണ്ട്. അങ്ങ് പൂർത്തീകരിച്ചോളൂ ശ്രീ CR, പൂർത്തീകരിച്ചോളൂ. അല്ല, ഇവിടെ സ്റ്റോർ പർച്ചേസ് മാനുവലിന്റെ നഗ്നമായ ലംഘനം. ഞാൻ പറയുന്ന ഒരു 20,000 രൂപയെ കൂടുതൽ ഒരു സാധനം ഒരു ഓഫീസിലേക്ക് വാങ്ങിയാൽ അതിന് എന്ത് പ്രൊസീജിയർ ചെയ്യണം? 20,000 രൂപ കൂടുതൽ വരുമല്ലോ ഇതിൽ, ഉറപ്പല്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സാധനം. ശരി, ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. മിഥുൻ വീണ്ടും ടെലിഫോൺ ലൈനിൽ. മിഥുൻ, ഇവിടെ സെൻകുമാറിനും കൂടി ഇതിന്റെ ഭാഗികമായ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ശ്രീ ആന്റണി രാജു പറയുന്നത്. അങ്ങനെ ഈ നടപടിക്രമത്തിനൊരു തുടർച്ചയുണ്ടായിരുന്നോ? അതിന്റെ ഒരു കണ്ണിയായി സെൻകുമാർ ഉണ്ടായിരുന്നോ?
വേണു, ലോക്നാഥ് ബെഹ്റ നൽകിയിരിക്കുന്ന വിശദീകരണം അല്ലെങ്കിൽ ലോക്നാഥ് ബെഹ്റ പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവിൽ അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ടെങ്കിൽ അത് കൃത്യമായി ആ ഉത്തരവിൽ പറയേണ്ടതുണ്ട്. അങ്ങനെ ഒരു നടപടിക്രമം ലോക്നാഥ് ബെഹ്റയുടെ ഉത്തരവിൽ നടന്നിട്ടില്ല എന്ന് വ്യക്തമാണ്. കാരണം ആ ഉത്തരവിന്റെ പകർപ്പ് നമ്മുടെ പക്കലുണ്ട്. ഈ ഉത്തരവിൽ കൃത്യമായ ഒന്നും തന്നെ ഇത്തരത്തിൽ മുൻകാലത്ത് ഒരു തീരുമാനമെടുത്തതായോ ശ്രീ ആന്റണി രാജു ടാറുപാട്ട മുഖത്ത് വീണ മാതിരിയുള്ള ഒരു സുപ്രീം കോടതി വിധി വന്നിരുന്നല്ലോ. ആ വിധി താങ്കൾ വായിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊരു കാര്യം പറയുന്നുണ്ട്, ഈ ഹോം സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കൂടെ ആയിരുന്ന നളിനി നെറ്റോയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികളെന്ന് പറയുമ്പോൾ കോടതി പറയുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ഇറക്കിയ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ അതിലെന്താണോ പറയുന്നത് അത് മാത്രമാണ് പ്രാബല്യമായുള്ളത്. അതിൽ ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നു, ഞാൻ അങ്ങനെയാണ് അർത്ഥം വെച്ചിരുന്നത്, ഇങ്ങനെയുള്ള അഡീഷൻസ് പിന്നീട് വരുമ്പോൾ അത് ആ എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഉള്ളതാണ് എന്ന് അംഗീകരിക്കാനേ കഴിയില്ല എന്ന് ആ കോടതി ഉത്തരവ് പറയുന്നുണ്ട്. എന്നതുപോലെ ഇതൊരു എക്സിക്യൂട്ടീവ് ഡയറക്റ്റീവാണ്. ഇവിടെ സെൻകുമാർ കുറച്ചു കാലം മുൻപ് ഇങ്ങനെ ആലോചിച്ചിരുന്നു, അങ്ങനെ അത് പറഞ്ഞതിൻ്റെ തുടർ നടപടിയായിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തിരിക്കുന്നതെന്ന് ഇപ്പോൾ ഒരു വാചാ പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥിയുടെ അനുസരണയോടെ ബഹ്റ മാധ്യമപ്രവർത്തകരുടെ കാര്യങ്ങൾ ന്യായീകരിച്ചിട്ട് ഒരു സാധ്യതയും അദ്ദേഹത്തെ സഹായിക്കുന്നതായി വരില്ല. ശ്രീ ആന്റണി രാജു, എന്താണ് ഈ ഓർഡറിലുള്ളത്? അത് മാത്രമാണ് ഈ ഓർഡർ. ഇതിനകത്ത് ഞാൻ അതിനുമുമ്പ് CR പറഞ്ഞതിനെ കുറിച്ച് ഒരു സെന്റൻസ് ഞാൻ പറയാം. കാരണം ഇവിടെ ഗവൺമെന്റ് തന്നെ പല പർച്ചേസിന്റെ കാര്യത്തിൽ ചിലപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഗോദ്രേജ് കമ്പനിയുടെ അലമാര വാങ്ങിക്കണമെന്ന് എഴുതാറുണ്ട്. മറ്റു പല കമ്പനികളും അലമാര പുറത്തിറക്കാത്തതുകൊണ്ടല്ല. ഗവൺമെന്റ് ഉത്തരവിൽ സ്പെസിഫിക് ആയിട്ട് ചില കമ്പനികൾ റെപ്യൂട്ടഡ് കമ്പനികളാകുമ്പോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു ഉറപ്പ് വരുത്താൻ ആ റെപ്യൂട്ടഡ് കമ്പനികളാണെങ്കിൽ അതിന്റെ പേര് പറഞ്ഞ് ഉത്തരവിറക്കിയ ചരിത്രം ഗവൺമെന്റിന്റെ പല ഉത്തരവുകൾ എത്ര ഉത്തരവ് വേണമെങ്കിലും താങ്കളിങ്ങനെ സാമാന്യവൽക്കരിച്ചാൽ ഇതൊന്നും ന്യായീകരിക്കാവുന്നതല്ല. ഒരു ഘട്ടത്തിൽ താങ്കൾ പറയുന്നു സെൻകുമാർ വരെ ഇതിന് വ്യാപ്തിയുണ്ട്, ഇപ്പോൾ പറയുന്നു സർക്കാർ ഉത്തരവുകളിൽ പൊതുവിൽ